റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 32,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം, ഇതിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അതാണ് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2160 ഹെർട്സിൻ്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും കൂടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ വളരെ കൂടിയ 12-bit ഡിസ്പ്ലേക്കാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 നിറ്റ്സ് ആണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചൊരു പ്രൊട്ടക്ഷനും ഫോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ PWM ഡിമ്മിങ്, ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, 12-bit ഡിസ്പ്ലേ, ഇതുപോലെ കുറേ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നല്ലതാണ് എന്ന് തന്നെ പറയാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 205 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.9 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ AG ഗ്ലാസ് ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഫ്യൂഷൻ ബ്ലാക്ക്, ഫ്യൂഷൻ പർപ്പിൾ, അതുപോലെ തന്നെ ഫ്യൂഷൻ വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7200 Ultra എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണോ എന്ന് വെച്ചാൽ ഒരിക്കലും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. തരക്കേടില്ലാത്ത ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ബെസ്റ്റ് അല്ലെങ്കിലും തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 256GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5ൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഏരിയ വരുന്നത് 4000 mm² ആണ്. നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് XAX ലീനിയർ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. Android 14 സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 200 മെഗാപിക്സലിൻ്റെ f1.65 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ OISൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇത് കൂടാതെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ഓൺ പേപ്പർ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണിലുള്ള 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താത്തത്. എന്തായാലും നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ അങ്ങനെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 GB റാം 256 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 31,999 രൂപയാണ്. 12 GB റാം 256 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 33,999 രൂപയാണ്. 12 GB റാം 512 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 35,999 രൂപയാണ്. പിന്നെ ജനുവരി 10 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പ്രൈസിങ് അത്ര മികച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, എന്നാലും വലിയ തരക്കേടില്ല എന്ന് പറയാം, അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊന്നും പറയുന്നില്ല, എന്നാലും നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.